ഓം ശ്രീ ലളിതാ പരമേശ്വരി നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ദേവിയുടെ രൂപം, ഭാവം, മാഹാത്മ്യം എന്നിവയെല്ലാം വർണ്ണിച്ചു വച്ചിരിക്കുന്ന ഒരു സ്തോത്രമാണ്. ഈ സ്തോത്രം അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ദേവീ സാന്നിധ്യം അനുഭവപ്പെടുന്നു. പാരായണത്തിൽ നമുക്ക് തന്നെ ഒരു തൃപ്തി വരുന്നു. ഈ സ്തോത്രത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ വളരെ പാണ്ഡിത്യം ആവശ്യമാണ്. ഈ സ്തോത്രത്തിൻ്റെ ഒരു സാമാന്യമായിട്ടുള്ള ഒരർത്ഥം അറിവുള്ള പലരിൽ നിന്നും അറിഞ്ഞിട്ടാണ് ഞാൻ പാരായണം ചെയ്ത് പഠിച്ചത്. പലർക്കും അറിയണ്ടാവും ഈ സ്തോത്രത്തിൻ്റെ അർത്ഥം മുഴുവനായിട്ടും, അറിയാത്തവരുമുണ്ടാവും. അറിയാത്തവർക്ക് ഇത് അറിവുള്ളവരിൽ നിന്ന് ഇത് കേട്ട് പഠിക്കാവുന്നതാണ്. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ഉണ്ടായത് പരമശിവൻ്റെ വരത്തിനാൽ അഹങ്കാരിയായി മാറിയ ഭണ്ഡാസുരൻ ദേവന്മാരെയും മനുഷ്യരെയും ദ്രോഹിക്കാൻ തുടങ്ങി. നാരദൻ്റെ നിർദ്ദേശപ്രകാരം ദേവന്മാർ യാഗം ചെയ്യുകയും ആ യാഗാഗ്നിയിൽ നിന്ന് ഉത്ഭൂതയായതാണ് ദേവി. കന്യയായി പിറന്ന ദേവി ഒരു വരണമാല്യം ആകാശത്തിലേക്ക് എറിയുകയും അത് പരമശിവൻ്റെ കഴുത്തിൽ ചെന്ന് വീഴുകയും തുടർന്ന് സുമംഗലിയായിട്ടുള്ള ദേവി ദിവസങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഭണ്ഡാസുരനെ വധിക്കുകയും പിന്നീട് മഹാമേരുവിൽ ത്രിപുരത്തിൽ ചിന്താമണി ഗൃഹത്തിൽ പരമശിവനോടൊപ്പം വസിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ദേവന്മാർക്ക് ദേവിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടായി. അവർ ദേവിയോട് ചെയ്ത അഭ്യർത്ഥന പ്രകാരം ദേവി തൻ്റെ ഉപദേവതകളായ വസിന്യാദി വാഗ്ദേവതകളോട് വരാൻ പറയുകയും തൻ്റെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്തോത്രം രചിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് അവർ അതീവ രഹസ്യമന്ത്രങ്ങളടങ്ങിയിട്ടുള്ള ഒരു സ്തോത്രം രചിക്കുകയും ദേവി എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യത്തിൽ അത് പാരായണം ചെയ്ത് കേൾക്കുകയും അതീവ സന്തുഷ്ടയായ ദേവി സർവലോകമംഗളത്തിനായി ഈ ഒരു സ്തോത്രം തൻ്റെ ഭക്തന്മാർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഏതൊരു ഭക്തനാണോ ഭക്തിപൂർവം ഈ സ്തോത്രം ജപിക്കുന്നത് അവർക്ക് സർവാഭീഷ്ടസിദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ദേവി അരുളി ചെയ്തു. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലേണ്ടതുണ്ട്. എല്ലാവരും അവനവൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കളെയും ശ്രീ ഗണേശനെയും ഇത് രചിച്ചിട്ടുള്ള വശിന്യാദി വാഗ്ദേവതകളെയും ദേവിയെയും സ്മരിച്ചുകൊണ്ട് ധ്യാനത്തിലേക്ക് കടക്കാം. സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാം അളികചുംബികസ്തൂരികാം സമന്ദഹസിതേക്ഷണാം ശശരചാപപാശാങ്കുശാം
അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിദൗ സ്മരേദംബികാം അരുണാകരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനീം. ഇതിൻ്റെ ഈ ശ്ലോകങ്ങളുടെ അർത്ഥം അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഓം ലളിതാ പരമേശ്വരി നമഃ. ഈ നാമങ്ങൾ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുക എന്നത് എൻ്റെ ഒരു പ്രാർത്ഥനയാണ്. എല്ലാവരെയും ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നു. അമ്മേ ശരണം.